കേരളത്തിലെ വാർത്താ ചാനലുകളിൽ പഞ്ചുള്ള ഡയലോഗുകൾ കൊണ്ടും ശരീരഭാഷ കൊണ്ടും ആദ്യം തന്നെ ശ്രദ്ധ നേടിയ ഒരു കോൺഗ്രസ് നേതാവുണ്ട്. 46 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ അദ്ദേഹം ഒരു പഞ്ചായത്ത് അംഗം പോലും ആയിട്ടില്ല. എന്നാൽ അരമുള്ള നാവ് കൊണ്ട് അദ്ദേഹം ഹരം കൊള്ളിക്കുകയും ചിലപ്പോഴൊക്കെ അരിശം കൊള്ളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത്രയും വർഷത്തെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം സംഭാവന ചെയ്ത വിവാദങ്ങളും കുറവല്ല. ഒടുവിൽ പാർട്ടി അദ്ദേഹത്തിന് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം നൽകിയപ്പോൾ അതേ ചൊല്ലിയായി പുതിയ വിവാദം, ചലച്ചിത്ര ലോകത്ത് പ്രതിഷേധങ്ങൾ. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വന്തം ജീവിതത്തിലേക്കും വിവാദങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുകയാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. നേരെ ചൊവ്വയിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക്. കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ ഒരു പഞ്ചായത്ത് അംഗം പോലും ആവാതെ 46 വർഷം പ്രവർത്തിച്ചു എന്നത് വിശ്വസിക്കാൻ വിഷമമുള്ള കാര്യമാണ്. ഇത് ആരുടെ കുഴപ്പമോ? താങ്കളുടെ കുഴപ്പമോ പാർട്ടിയുടെ കുഴപ്പമോ? 1968 ശ്രീ കൊട്ര ഗോപാലകൃഷ്ണനാണ് ഒരു KSU പ്രവർത്തകനായി എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം ഒരു നാടക നടനാണ്, അദ്ദേഹം ഒരു സിനിമാ നടനാണ്, അദ്ദേഹം ഒരു സംവിധായകനാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഔദ്യോഗിക നാടക ട്രൂപ്പ് അക്കാലത്തുണ്ടായിരുന്നു. അതിൻ്റെ തലപ്പത്ത് ശ്രീ തച്ചടി പ്രഭാകരനും ശ്രീ കൊട്ര ഗോപാലകൃഷ്ണനുമായിരുന്നു. അപ്പം ഒരു കലാകാരൻ കൂടിയായ ശ്രീ കൊട്ര ഗോപാലകൃഷ്ണൻ, രാഷ്ട്രീയ നേതാവായ കൊട്ര ഗോപാലകൃഷ്ണൻ, അദ്ദേഹമാണ് എൻ്റെ രാഷ്ട്രീയ ഗുരു. അതുകൊണ്ട് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യമെന്ന് പറഞ്ഞ പോലെ ആ ഒരു സൗരഭ്യം എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് സത്യം. ഒരു പഞ്ചായത്ത് അംഗം പോലും ആവാത്ത ആൾക്ക് വരുമാനമില്ല എന്ന് തന്നെ പറയണം. പക്ഷേ ഈ 46 വർഷത്തിനിടയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല ഉണ്ണിത്താൻ. അപ്പോൾ ഈ പണം എവിടെ നിന്ന് വരുന്നു? 46 വർഷമെന്ന് പറയുമ്പോൾ KSUവിലും യൂത്ത് കോൺഗ്രസിലും സേവാദളിലും കോൺഗ്രസിലും ഞാൻ ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, നാഷണൽ കൗൺസിൽ മെമ്പറായിരുന്നു, സേവാദളിൻ്റെ സംസ്ഥാന ചെയർമാനായിരുന്നു, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു, KPCC മെമ്പറായിരുന്നു, KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു, AICC മെമ്പറായിരുന്നു. ഈ പറഞ്ഞ പദവികൾ വഴി ഞാൻ പറഞ്ഞോട്ടെ. പക്ഷേ ഞാൻ ഇന്ന് വരെ ഒരു പഞ്ചായത്ത് മെമ്പറോ ഒരു MLA MP ആയിട്ടില്ല. ഞാനൊരു ഡയറക്ടർ ബോർഡ് അംഗമായിട്ടില്ല. അതുപോലെ തന്നെ ഞാനൊരു ചെയർമാൻഷിപ്പിൽ വന്നിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് 10 പൈസ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് 10 പൈസയുടെ വരുമാനം ഉണ്ടായിട്ടില്ലെന്ന് അങ്ങ് പറഞ്ഞത് വളരെ സത്യമാണ്. പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ ദാരിദ്ര്യം ഒരിക്കലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എൻ്റെ അമ്മയുടെ കൈകൊണ്ട് ഒരു പിടി ചോറുണ്ണാത്ത ആരുമില്ലെന്നാണ് എല്ലാവർക്കും അറിയാം കൊല്ലത്ത്. അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ദാരിദ്ര്യമില്ല, കല്യാണം കഴിച്ചതിന് ശേഷവും എനിക്ക് ദാരിദ്ര്യമില്ല. കാരണം കല്യാണം കഴിച്ചതും ഞാൻ നല്ലൊരു കുടുംബത്തിൽ നിന്നാണ്. മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്ക് കല്യാണം കഴിച്ചുടനെ തന്നെ ജോലിയുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, പട്ടിണിയാണെങ്കിൽ മുണ്ട് മുറുക്കി കൊടുക്കണം, ദാരിദ്ര്യം ആരെയും അറിയിക്കരുതെന്ന്. അറിയിച്ചാൽ കേൾക്കുന്നവൾ നീ ദാരിദ്ര്യവാസിയാണെന്ന് തീരുമാനിക്കും, പിന്നെ നിന്നെ തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞ കാര്യം മരണം വരെ പാലിക്കണമെന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. പൊതുവെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് വരുമാന മാർഗമൊന്നും ഇല്ലെങ്കിലും അവർ വളരെ അന്തസ്സായിട്ട് ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. എവിടെ നിന്നാണ് ഈ പണം വരുന്നതെന്നുള്ളൊരു സംശയം സാധാരണക്കാർക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. തീർച്ചയായിട്ടും ആ സാധാരണക്കാരുടെ സംശയത്തിന് അടിസ്ഥാനമുണ്ട്. എൻ്റെ വീട്ടിൽ ആണ്ടുണ്ണാനുള്ള നെല്ലുണ്ട്. അപ്പം എനിക്ക് യാതൊരു ദാരിദ്ര്യം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജോണി ലൂക്കോസിനോട് പറയാം, കേരളത്തിലെ ഏത് പൊതുപ്രവർത്തകനും എൻ്റെ നാട്ടിൽ വരാം, എൻ്റെ വീട്ടിൽ വരാം, എൻ്റെ നാട്ടുകാരോട് അന്വേഷിച്ച് അവർ പറയുന്ന മാത്രമേ വിശ്വസിക്കൂ. അങ്ങനെ വീട്ടിൽ രാജയോഗം ഉള്ളതുകൊണ്ട് താങ്കൾ പട്ടിണിയില്ലാതെ പോയി. അത് ഞാൻ വിടുന്നു. മറ്റൊന്ന് ചോദിക്കട്ടെ. ഏറ്റവും വലിയ ആശ്രിത വത്സലൻ എന്നറിയപ്പെട്ട ആളാണ് K. കരുണാകരൻ. ആ K. കരുണാകരനോട് ഏറ്റവും അടുത്ത ആളായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്നിട്ട് താങ്കൾക്ക് സ്ഥാനമൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നതാണ് വിശ്വസിക്കാൻ പ്രയാസമുള്ള രണ്ടാമത്തെ കാര്യം. ശ്രീ K. കരുണാകരൻ എനിക്ക് അദ്ദേഹം മരിക്കുന്നവരെ ഒന്നും തന്നിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തോടൊപ്പം ഉള്ള ആളാണ്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തോടൊപ്പം ഉള്ള ആളാണ്. അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു ദിവസം ശ്രീ കരുണാകരൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എൻ്റെ ഈ കൈകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ ഒരാൾ നീ മാത്രമാണ്. ഞാൻ പറഞ്ഞു, ലീഡർ, ഇപ്പം ഞാൻ സംതൃപ്തനായി, ഞാൻ ധന്യനായി. കാരണം ആ ഒരു ബോധം അങ്ങയുടെ മനസ്സിലുണ്ടല്ലോ, ഈ കൈകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയെന്ന്. അതുകൊണ്ട് ആ ഒരു ബോധം മാത്രം മതി, എനിക്കിനി ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്ത് പോലും അദ്ദേഹം എനിക്കൊന്നും തന്നിട്ടില്ല. തന്നെങ്കിൽ പറയട്ടെ. ഒന്നും തരാത്ത കാലത്ത് അത് ചോദിക്കാനുള്ള അവകാശം താങ്കൾക്ക് കരുണാകരൻ്റെ അടുത്തുണ്ടായിരുന്നു. എന്നിട്ട് താങ്കൾ ചോദിച്ചില്ല എന്ന് അർത്ഥമാക്കുന്നുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വേണ്ടി ഞാൻ ആരോടും വാദിച്ചിട്ടില്ല, എന്നെ എന്തെങ്കിലും ആക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അതേസമയം ഞാൻ ഒരുപാട് പേരെ പലതും ആക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം കരുണാകരൻ ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ വളരെ പരസ്യമായി പറയുന്നു, ഒരുപാട് കോർപ്പറേഷൻ്റെ ചെയർമാൻമാരെ, ബോർഡ് മെമ്പർമാരെ, അതുപോലെ തന്നെ മറ്റ് പല പദവികളിലും ഇന്ന് ഈ ക്യാബിനറ്റിൽ പോലും ഞാൻ കൊണ്ടുവന്ന ആളുകൾ അംഗങ്ങളായിട്ടുണ്ട്.
ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് അറിഞ്ഞു ചെയ്യുന്ന ആളായിരുന്നു കെ കരുണാകരൻ. താങ്കളുടെ കാര്യത്തിൽ മാത്രം അദ്ദേഹം ഒന്നും അറിഞ്ഞു ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? അറിഞ്ഞു ചെയ്യാൻ 1-2 പ്രാവശ്യം അദ്ദേഹം ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ശ്രമത്തെ നിരുത്സാഹപ്പെടുത്തിയത് ഞാനാണ്. ഒരിക്കൽ ശ്രീ KV തോമസിന്റെ നിർദ്ദേശപ്രകാരം ഈ പറവൂർ സീറ്റിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ കൊല്ലം ജില്ല വിട്ട് മറ്റൊരു മണ്ഡലത്തിൽ പോകില്ല, ഞാൻ മത്സരിക്കില്ലെന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചു. അന്ന് ഞാൻ പറഞ്ഞു, കായംകുളമാണെങ്കിൽ ഞാൻ നോക്കാം, അമ്പലപ്പുഴയിൽ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. താങ്കൾക്ക് അടൂർ അദ്ദേഹം ഒരിക്കൽ എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചു. അന്ന് എന്നോടൊപ്പം നിന്ന് ഞാൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന ചില ആളുകൾ അതിനെ എതിർത്തപ്പോൾ ഞാൻ ഇല്ലെന്ന് ലീഡറോട് അങ്ങോട്ട് പറഞ്ഞു. എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന അമ്പലപ്പുഴയിലും അടൂരിലും താങ്കൾ മത്സരിക്കാൻ വിസമ്മതിച്ചതിന്റെ കാരണം താങ്കൾക്ക് ജ്യോത്സ്യത്തിലുള്ള അന്ധമായ വിശ്വാസമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലേ വാസ്തവം? എന്നിട്ട് എന്തിനാണ് കരുണാകരനെ കുറ്റപ്പെടുത്തുന്നത്? ഒരിക്കലും ജോണി ലൂക്കോസ്, എനിക്ക് ജ്യോതിഷത്തിൽ അന്ധമായ വിശ്വാസമല്ല, ജ്യോതിഷത്തിൽ വിശ്വാസമാണുള്ളത്. പക്ഷേ വളരെ പൗരാണികമായ ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. ആ ജ്യോതിഷം ഞാൻ വായിച്ചു പഠിച്ചവനാണ്, എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാനതിൽ വിശ്വസിക്കുന്നത്. പക്ഷേ ജ്യോതിഷം അറിയാവുന്ന ഒരു ജ്യോത്സ്യന്മാരും ഇന്ന് കേരളത്തിലില്ല എന്നുള്ളതാണ് സത്യം. 32 കവടികൾ നിരത്തി അവർ ആളുകളെ വിഡ്ഢികളാക്കുന്നു എന്നല്ലാതെ ഈ യഥാർത്ഥ ജ്യോതിഷം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ ജ്യോതിഷത്തിലൂടെ നടത്തുന്ന പ്രവചനം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കും. അങ്ങ് പറഞ്ഞു ശരിയാണ്. എൻ്റെ ഇളയ മകൻ്റെ പേര് അമൽ എന്നാണ്. അവൻ എപ്പോഴും പറയും, ഓരോ തെരഞ്ഞെടുപ്പിലും അച്ഛൻ ജ്യോത്സ്യന്മാരെ പോയി കാണും. ഇത്തവണ പായിൽ മത്സരിക്കരുത് എന്ന് പറഞ്ഞാൽ അച്ഛൻ അത് കേൾക്കും, അല്ലെങ്കിൽ ആയിൽ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ അത് കേൾക്കും. അച്ഛനെ വഴിയാധാരമാക്കി മൊത്തം ഈ ജ്യോത്സ്യന്മാരാണെന്ന് എൻ്റെ ഇളയ മകൻ എപ്പോഴും പറയാറുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല വളരെ ശക്തമായ സമ്മർദ്ദം എന്നിൽ ചെലുത്തിയതാണ് പാലക്കാട്ട് പാർലമെന്റിൽ മത്സരിക്കാൻ. അന്ന് ഞാൻ കൊല്ലം വേണമെന്ന് വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ 2 പ്രാവശ്യം ഞാൻ പാലക്കാട്ട് MP ആയിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം ആദ്യമായി താങ്കൾക്ക് ഒരു പദവി കിട്ടുന്നു. അത് പാർട്ടിയിൽ എല്ലാവരും കൂടി സമ്മതിച്ച് താങ്കൾക്ക് നൽകുന്നു. പെട്ടെന്ന് സിനിമാ ലോകത്ത് നിന്ന് അതേക്കുറിച്ച് എതിർപ്പുണ്ടാവുന്നു. രാഷ്ട്രീയക്കാരനെ വെച്ചതാണെങ്കിൽ ഇതിനു മുമ്പ് P. ഗോവിന്ദപിള്ള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ പിന്നിൽ? ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത്? ഞാൻ ഈ പദവിയിലേക്ക് എന്നെ അവരോധിച്ചപ്പോൾ 2 കൂട്ടരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ സമീപനത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. ഞാനത് നീട്ടി പറയുന്നില്ല. ഒന്ന്, ഞാൻ ഈ മാധ്യമ കുടുംബത്തിലെ ഒരു അംഗമാണ്. എപ്പോഴും എന്നെ വിളിച്ചാലും ഞാൻ മാധ്യമ ചർച്ചകൾക്ക് പോകുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് അയോഗ്യമായ എന്തെങ്കിലും ആരും വെച്ച് നീട്ടിയിട്ടില്ല, തന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അർഹതപ്പെട്ടതല്ല. ഇതിന് എല്ലാ ചർച്ചകളും ചെല്ലുമ്പോൾ പത്രപ്രവർത്തകർ എന്നോട് പറയാറുണ്ട്, ഉണ്ണിത്താൻ ഒരു രാജ്യസഭ, അല്ലെങ്കിൽ ഒരു ലോക്സഭ, അല്ലെങ്കിൽ ഒരു MLA, ഒരു മന്ത്രി. എനിക്ക് ഇത്ര ചെറിയ സ്ഥാനം കിട്ടിയപ്പോൾ എന്നെ ചില ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ എന്നോട് ഒരു നീതി ഈ മാധ്യമലോകം കാണിച്ചു എന്ന് പറയില്ല. ഇപ്പം നമ്മൾ പല സമുദായങ്ങളും ഈ കോഴിയെ കൊല്ലുന്ന പല രീതിയിലാണ്. അതിൽ ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവർ കോഴിയെ കൊല്ലുന്നതിന് മുമ്പ് അതിന് വെള്ളം കൊടുത്തിട്ട്, അതാണല്ലോ ഹലാൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കഴുത്തറുത്ത് ആണ് അതിനെ കൊല്ലുന്നത് എന്ന് പറഞ്ഞ പോലെ മാധ്യമ ലോകവും എനിക്ക് വെള്ളം ഒഴിച്ചു തന്നു. പക്ഷേ എൻ്റെ കഴുത്തറുത്തതിന് സമാനമായിട്ടുള്ള ഒരു പിന്തുണയാണ് എനിക്ക് കിട്ടിയത്. അതിൽ എനിക്ക് വേദനയുണ്ട്. 2, ചലച്ചിത്ര ലോകത്ത് മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലെയുള്ള സുരേഷ് ഗോപി, ഇവരാരും ഒരക്ഷരം എൻ്റെ നിയമനത്തെക്കുറിച്ച് പറഞ്ഞില്ല. പറഞ്ഞത് ആരാണെന്ന് അവരുടെ പേര് പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ പറഞ്ഞ ആളുകൾ പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താന് സിനിമാ ലോകവുമായി പുലബന്ധമില്ല. ആ പുലബന്ധമില്ലെന്ന് പറഞ്ഞവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ എനിക്ക് വേദനിച്ചു. 17 മലയാള ചലച്ചിത്രങ്ങൾ അഭിനയിച്ച ഒരാളാണ് ഞാൻ. ദ ടൈഗറിൽ തുടങ്ങി ഉപ്പുകണ്ടം പ്രദേശിൽ വരെ നിൽക്കുന്നു. ഞാൻ സിനിമയിൽ അഭിനയിക്കണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 100 കഴിഞ്ഞേനെ. കാരണം ഞാൻ ഇന്ന് വരെ അങ്ങോട്ട് പോയി ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ എത്ര സിനിമയിൽ അഭിനയിച്ചാലും ഒരു സിനിമാ നടൻ എന്ന നിലയിലായിരിക്കില്ല അറിയപ്പെടുക. താങ്കൾ ആത്യന്തികമായി ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ നിയമിച്ചതിനെതിരെ അവർക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ അതിൽ ന്യായീകരിക്കാവുന്ന ചിലതുണ്ടെന്ന് താങ്കൾക്ക് കരുതിക്കൂടെ? ഒരിക്കലുമില്ല. ഇതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്നവരാണ്. ഇതിൻ്റെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള സിനിമാക്കാരെ വെക്കണം. അങ്ങനെയാണ് ഇവർ പറയുന്നതെങ്കിൽ നാളെ ബീവറേജ് കോർപ്പറേഷൻ്റെ ചെയർമാനെ വെക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കുടിയനെ വേണ്ടി വെക്കാൻ. ഈ എതിർപ്പിൻ്റെ പിന്നിൽ ആരാണെന്നാണ് താങ്കൾ കണ്ടുപിടിച്ചത്? താങ്കൾ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിൽ വിദഗ്ധനാണല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. മുൻ മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറാണോ ഇതിൻ്റെ പിന്നിൽ? എന്നെ ഈ സ്ഥാനത്ത് അവരോധിച്ചപ്പോൾ ഞാൻ ആദ്യം വിളിച്ചവരുടെ പട്ടികയിൽ ശ്രീ ഗണേഷ് കുമാർ ഉണ്ട്. അദ്ദേഹം എൻ്റെ ഈ നിയമനത്തെ സ്വാഗതം ചെയ്തു.
എന്നെ അദ്ദേഹം ചേട്ടാ എന്നാണ് വിളിക്കുന്നത്. ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ നിയമനത്തെ സന്തോഷിക്കുകയാണ്. ചേട്ടൻ ഇത് കൊണ്ടുപോകാൻ സർവാത്മന കഴിവുള്ള ഒരാളാണ്. എല്ലാ സഹായവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ പോലും അദ്ദേഹം പങ്കെടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം വേറെ, സിനിമ വേറെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങളല്ലാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ശ്രീ ഇടവേള ബാബു ചില ആളുകൾക്ക് കൊടുത്ത, ചില ആളുകളോട് സംസാരിച്ച ചില കാര്യങ്ങൾ അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രാജിവെച്ചൊഴിഞ്ഞവരുടെ പിന്നിൽ മറ്റു ചിലരുടെ പ്രേരണയുണ്ടായിരുന്നു എന്ന് താങ്കൾ കണ്ടുപിടിച്ചു? തീർച്ചയായിട്ടും കണ്ടുപിടിച്ചു. ശ്രീ ജോണി ആവശ്യപ്പെട്ടാൽ അതിന്റെ കാസറ്റ് അങ്ങേ ഞാൻ ഏൽപ്പിക്കാം. അങ്ങ് അത് ഇട്ട് കേട്ടിട്ട് വിശ്വസിച്ചാൽ മാത്രം. എന്തായിരുന്നു അവരുടെ പ്രേരണ കാസറ്റിൽ നിന്ന് മനസ്സിലായത്? അത് ഇനിയും അജ്ഞാതമാണ്. കാരണം എന്നോട് വിരോധമില്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയാണ് ഈ നാടകങ്ങളൊക്കെ അരങ്ങേറിയെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം. എന്താണ് ഇടവേള ബാബു കസറ്റിൽ പറയുന്നത്? അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോട് എനിക്ക് യാതൊരു വിരോധമില്ല, അദ്ദേഹം ചെയർമാൻ ആയതിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. നരേന്ദ്രമോദി നാളെ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനായാൽ അദ്ദേഹവുമായി പോലും ഞാൻ സഹകരിക്കാൻ തയ്യാറാണ്, പിന്നല്ലേ രാജ്മോഹൻ ഉണ്ണിത്താൻ. അതുകൊണ്ട് ഞാനിപ്പോൾ രാജിവെച്ചത് ഞാനൊരു കരിങ്കാലിയാവാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അമ്മയുടെ സെക്രട്ടറി എന്ന നിലയിലാണ് ഞാൻ രാജിവെച്ചത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ആവശ്യപ്പെടണം, ശ്രീ ഇടവേള ബാബു തിരിച്ചു വന്നേ മതിയാകൂ. അപ്പം നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ തിരിച്ച് ഈ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകും. ഞാൻ തിരിച്ചു വരും. അപ്പം എങ്ങനെയും എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. പക്ഷേ ഇന്നാര് ആളിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം എന്നോട് രാജിവെക്കാനും എല്ലാവരുടെ രാജി വാങ്ങിച്ചു കൊടുക്കാനും പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തോടൊരു കടപ്പാടില്ലേ? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പിന്നിൽ ഒരു പ്രേരണയല്ല, ഒരു സമ്മർദ്ദം തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. ഗണേഷ് കുമാറിനല്ലാതെ മറ്റാർക്കാണ് ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ കഴിയുക? ഞാൻ അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ആ വ്യക്തി ആരാണെന്ന് ഈ കാസറ്റ് കേൾക്കുമ്പോൾ അങ്ങക്ക് ബോധ്യമാകും. ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോൾ സിനിമാ ലോകത്തിന് വേണ്ടി കാര്യക്ഷമമായി ചിലതൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നവർ സിനിമാ ലോകത്ത് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാബു ചെറിയാൻ്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ ഡയറക്ടർ ബോർഡ് തുടരണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് പറയാൻ കഴിയുമോ? ഒരു തെറ്റുമില്ല. അവർ ആഗ്രഹിക്കുന്നതിന് എന്താ തെറ്റ്? അവരുടെ ആഗ്രഹത്തിനെ ആരാ കുറ്റപ്പെടുത്തിയത്? പക്ഷേ ഒരു ബോർഡിൻ്റെ കാലാവധി 3 വർഷമാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 3.5 വർഷക്കാലം ഈ ബോർഡിന് കൊടുത്തു, 6 മാസം നീട്ടിക്കൊടുത്തു. അപ്പോൾ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഇത് പുനഃസംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് കിട്ടിയ ആദ്യത്തെ അവസരമാണ്. അപ്പോൾ സ്വാഭാവികമായി ആ അവസരം അദ്ദേഹം ഉപയോഗിച്ചു. ഒരു കാര്യം ജോണി മനസ്സിലാക്കണം, ഈ ശ്രീ ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുമ്പോൾ വെച്ച സിനിമാ ലോകത്തിലെ മുഴുവൻ ആളുകളെയും നിലനിർത്തിക്കൊണ്ടാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ബോർഡ് പുനഃസംഘടിപ്പിച്ചത്. അപ്പൊ സിനിമാ ലോകത്ത് ആരെയും ടച്ച് ചെയ്യാൻ പോലും ശ്രീ രാധാകൃഷ്ണൻ തയ്യാറാകാതിരുന്നത് അദ്ദേഹത്തിന് സിനിമയോടുള്ള താല്പര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒന്നാണ്. അത് മനസ്സിലാക്കിയല്ല സിനിമാ ലോകത്തുള്ളവർ പ്രതികരിച്ചത് എന്നാണ് താങ്കൾ അർത്ഥമാക്കുന്നത്. പക്ഷേ സിനിമാ ലോകം മുഴുവൻ അവരുടെ കൂടെയാണ് ഇത് താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാര്യം എനിക്ക് എൻ്റെ മൊബൈൽ ഫോണിൽ വന്ന മെസ്സേജുകൾ, എന്നെ വിളിച്ച ആളുകൾ, അവരുടെയൊക്കെ പേര് ഞാൻ ജോണി ലൂക്കോസിനെ കാണിക്കാം. അതുകൊണ്ട് എന്നെ വിളിച്ചവരാരൊക്കെയാണ്, അവർ എത്ര പ്രഗത്ഭമതികളാണ്, അവർക്ക് ഈ സിനിമാ മേഖലയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ജോണി അറിയുമ്പോൾ ഒരിക്കലും. അപ്പോൾ ഈ സർക്കാരുമായുള്ള സഹകരണം എല്ലാ മേഖലയിലും അവസാനിപ്പിക്കുമെന്ന് അവർ പറഞ്ഞതുപോലും നിങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല, അതൊരു ഭീഷണിയായിട്ട് നിങ്ങൾ കണക്കാക്കുന്നില്ല? ഒരിക്കലുമില്ല. ഞാനതൊരു ഭീഷണിയായിട്ട് ഒരിക്കലും എടുക്കുന്നില്ല. കാര്യം അത്തരം ഭീഷണികളൊന്നും ആവശ്യം ഇതിനകത്തില്ല. എൻ്റെ ജോലി ഗവൺമെൻറ് എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇവർ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇവരിന്ന് രാജിവെച്ചു എന്ന് പറയുന്നു. രാജിവെക്കണമെങ്കിൽ ഒരു പദവി വേണം. ആ പദവി ഇവർക്ക് രാജിവെക്കാൻ ഉണ്ടാക്കി കൊടുത്ത ആള് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ആ ഒരു ബോധം അവരുടെ മനസ്സിലുണ്ടാകണം. അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഭീഷണിയായി താങ്കൾ എടുക്കുന്നില്ല. പക്ഷെ താങ്കൾ ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഭീഷണി അങ്ങോട്ട് വെച്ചതുപോലെ തോന്നി. ഓഡിറ്റ് നടത്തും, കണ്ടുപിടിക്കും, ചിലതൊക്കെ പുറത്ത് കൊണ്ടുവരുമെന്ന് താങ്കൾ പറഞ്ഞു. എന്താണ് താങ്കൾക്ക് വിവരം കിട്ടിയിരിക്കുന്നത്? ഞാൻ ഒരിക്കലും ഭീഷണിപ്പെടുത്തിയതല്ല ജോണി. കാരണം ഇവർ പറഞ്ഞു ഈ സ്ഥാപനം ലാഭകരമാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ പറഞ്ഞത് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ പറ്റൂ. ഞാൻ അതിൻ്റെ ചെയർമാനായി സ്ഥാനം ഏറ്റെടുത്ത് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അകത്ത് കയറുമ്പോൾ MD എന്നോട് വളരെ വ്യക്തമായി പറഞ്ഞു, 2010 ശേഷമുള്ള ഒരു വരവ് ചെലവ് കണക്കും ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഓഡിറ്റ് ചെയ്യപ്പെടാത്ത ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ലാഭമാണെന്ന് പറയുന്നത്? പക്ഷേ ഈ സിനിമാ ലോകം നിസ്സഹകരിക്കുകയാണെങ്കിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷനെ തന്നെ അത് ബാധിക്കാമെന്ന് താങ്കൾ ചിന്തിച്ചോ? മണിയംപിള്ള രാജു തന്നെ പറഞ്ഞു ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഇനി ഒറ്റ സിനിമ ചെയ്യില്ല എന്ന്. അതൊക്കെ ഈ കോർപ്പറേഷൻ തന്നെ ബാധിക്കുന്ന കാര്യമല്ലേ? വിനയപൂർവ്വം ഞാൻ മറിച്ചൊരു ചോദ്യം അദ്ദേഹത്തിന് ചോദിക്കാം. അദ്ദേഹം ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു, നിർമ്മാതാവാണ്.
ദിലീപ് നിർമ്മാതാവാണ്. അതുപോലെ ഈ വെല്ലുവിളിയും യുദ്ധപ്രഖ്യാപനവും ഒക്കെ നടത്തിയവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ ചിത്രാഞ്ജലിയുടെ പാക്കേജിൽ ഇവർ നിർമ്മിച്ച ഏത് ചിത്രം പെട്ടിട്ടുണ്ട്? ചിത്രാഞ്ജലി പാക്കേജ് ഉപയോഗിച്ചുകൊണ്ട് ഇവർ 10-40 സിനിമ നിർമ്മിച്ച ആളുകളാണ്. ആ നിർമ്മിച്ച നിർമ്മാതാക്കളായ ഇവർ ചിത്രാഞ്ജലി പാക്കേജ് ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രങ്ങളുടെ പേര് കേരളത്തിലെ പ്രേക്ഷകരോടൊന്ന് പറയട്ടെ. ഒന്ന്, ചിത്രാഞ്ജലിയുടെ പാക്കേജ് ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രങ്ങൾക്ക് തിയേറ്ററുകൾ കൊടുക്കാത്ത ഒരു 100 കേസ് ഞാൻ അങ്ങോട്ട് പറയാം. അപ്പോൾ ചിത്രാഞ്ജലി പാക്കേജ് ഇവർ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിച്ചവരെ ഇവർ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇനി ചിത്രാഞ്ജലിയുടെ പാക്കേജ് ഉപയോഗിക്കുന്ന ഒരു നിർമ്മാതാവിനും ഒരു ഡിസ്ട്രിബ്യൂട്ടർക്കും തിയേറ്റർ കിട്ടിയില്ലെന്നുള്ള പരാതി ഞാനിരിക്കുമ്പോൾ ഉണ്ടാകില്ല. മാത്രമല്ല, ഞാൻ എല്ലാ നിർമ്മാതാക്കളെയും കാണുന്നുണ്ട്. മണിയമ്പിള്ള രാജുവിന് മണിയമ്പിള്ള രാജു എന്ന പേരുണ്ടാക്കി കൊടുത്ത ബാലചന്ദ്ര മേനോനാണ് ആദ്യമായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയർമാനായതിനു ശേഷം ഈ പാക്കേജ് ഉപയോഗിക്കാൻ പോകുന്നത്. ആ ബാലചന്ദ്ര മേനോൻ പറഞ്ഞു, ആരില്ലെങ്കിലും ഉണ്ണിത്താനോടൊപ്പം ഞാനുണ്ടാകും. രാഷ്ട്രീയ രംഗത്തെ മോശമായ പ്രവണതകൾക്ക്, ആക്ഷേപങ്ങൾക്ക്, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക് താങ്കളുടേതായ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. 2003 എറണാകുളം തിരഞ്ഞെടുപ്പ്, അതിനുശേഷം വന്ന 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പ്, ഈ സമയത്തൊക്കെ താങ്കൾ എടുത്ത നിലപാടുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾക്കൊരു വീണ്ടും വിചാരമുണ്ടോ? KPCCയിലെ പേയ്മെൻറ്റ് സീറ്റ്, മുണ്ട് പറിക്കൽ, അങ്ങനെ ഒരുപാട് വിവാദങ്ങളിൽ താങ്കൾ പങ്കാളിയായിരുന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, വീണ്ടും വിചാരം താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് എനിക്കൊരു വീണ്ടും വിചാരം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ ചെയ്തത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ല, എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, എൻ്റെ പാർട്ടിക്ക് വേണ്ടിയാണ്. ഒരു കാലത്ത് താങ്കൾ ഈ പറഞ്ഞ എറണാകുളം തെരഞ്ഞെടുപ്പ്, മുണ്ടുരിയൽ സംഭവമൊക്കെ നടക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നില്ല. അന്ന് കേരളത്തിലെ കോൺഗ്രസ് 4 ഗ്രൂപ്പുകളുടെ ഒരു കോൺഫെഡറേഷൻ ആയിരുന്നു. അതിൽ ഐ ഗ്രൂപ്പിൻ്റെ വക്താവായിരുന്നു അന്ന് ഞാൻ. സ്വാഭാവികമായി ശ്രീ കരുണാകരനോടൊപ്പം നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് മാത്രം കൂറും വിധേയത്വവും പ്രതിബദ്ധതയും ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ഇന്നൊരു പോരായ്മയായി എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഞാനൊരു കാര്യം ഞാൻ പറയാം. ഇന്ന് ഞാൻ കോൺഗ്രസ്സിലെ ഒരു ഗ്രൂപ്പിലുമില്ല. ഞാൻ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. നാളെ ഉമ്മൻചാണ്ടി വിളിച്ച് രമേശ് ചെന്നിത്തലയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ എൻ്റെ നാവ് കൊണ്ട് ഞാൻ പറയില്ല. ഞാൻ രമേശിനെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. രമേശ് വിളിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. കേരളത്തിൽ ഇന്ന് ഹൈക്കമാൻഡ് KPCC പ്രസിഡന്റായി വെച്ചിരിക്കുന്നത് ശ്രീ VM സുധീരനെയാണ്. ഞാൻ പാർട്ടിയോടൊപ്പമാണ്, പാർട്ടി നേതൃത്വത്തോടൊപ്പമാണ്. ഞാൻ എൻ്റെ പാർട്ടിയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, പാർട്ടി നേതാക്കന്മാരെ ബഹുമാനിക്കുന്നു. ഇന്നലെ വരെ ഈ പാർട്ടിയുടെ ഗ്രൂപ്പുകൾക്ക് വേണ്ടി ഞാൻ ചെയ്ത ഒരു കാര്യവും ഇനി ഈ ജന്മം ഞാൻ ആവർത്തിക്കില്ല. ഏത് പാർട്ടിയായാലും മുന്നണിയായാലും പൊളിറ്റിക്കൽ ഡെക്കോറം എന്നത് ആളുകൾ ആവശ്യപ്പെടുന്ന ഒന്നാണ്. പക്ഷേ പലപ്പോഴും UDFിലാണ് അത് തീരെ കാണാത്തത്. ഏറ്റവും ഒടുവിൽ PC ജോർജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിലും ആരോ പേടിക്കുന്നത് പോലെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. താങ്കളുടെ വക്താവ് കൂടിയാണ് താങ്കൾ, എന്താണ് അഭിപ്രായം? കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എന്നല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ധാർമ്മികത നഷ്ടപ്പെട്ടതായി വന്നിരിക്കുന്നു. ജനങ്ങൾ രാഷ്ട്രീയത്തെ വെറുക്കാൻ കാരണം അതാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ ധാർമ്മികത നിലനിർത്താനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട്. അതിന്ന് പ്രതിപക്ഷത്തും ഇല്ല, ഭരണപക്ഷത്തും ഇല്ലെന്നുള്ളതാണ് സത്യം. ഒരു മുന്നണിയുടെ ഭാഗമായിരിക്കുക, ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പദവിയിൽ ഇരിക്കുക, എന്നിട്ട് ആ മുന്നണിയെ സ്ഥിരം സമ്മർദ്ദത്തിലാക്കുക, അങ്ങനെ ഒരാളോട് ഇങ്ങനെയാണോ മുന്നണി പെരുമാറേണ്ടത്? താങ്കൾക്ക് എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും ജോണി പറയുന്നത് 100% ശരിയാണ്. ഞാൻ ജോണിയോട് പൂർണ്ണമായി യോജിക്കുന്നു. കാരണം ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവ് എന്ന നിലയ്ക്ക് ചാനലുകളിൽ പോയിട്ട് എനിക്കിന്ന് വരെ ഒരു മാർക്സിസ്റ്റ് നേതാവിനെ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. അനായാസം അവരുടെ വാദമുഖങ്ങളെ ഖണ്ഡിക്കാൻ എനിക്കായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഞാൻ നിശബ്ദനാകേണ്ടി വന്നിട്ടുള്ളത് ശ്രീ PC ജോർജിന് മുമ്പിലാണ്. അദ്ദേഹം ഈ പാർട്ടി മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ ചീഫ് വിപ്പാണ്. അദ്ദേഹം ഇന്ന് വരെ ഒരു ചാനൽ ചർച്ചയിലും പങ്കെടുത്ത് ഈ മുന്നണിക്ക് വേണ്ടി, ഈ ഗവൺമെൻറ്റിന് വേണ്ടി സംസാരിച്ചതായി എൻ്റെ ഓർമ്മയിലില്ല. മാത്രമല്ല, ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്ന തൻ്റെ പാർട്ടിയിലെ, തൻ്റെ മുന്നണിയിലെ നേതാക്കന്മാരെ അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ അദ്ദേഹം എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് വരെ മോശമായി പറയാത്ത ഒരൊറ്റ ആളെ കേരളത്തിൽ ജീവിച്ചിരിപ്പുള്ളൂ, അത് അദ്ദേഹം മാത്രമാണ്. ഭരണകർത്താക്കളായാലും മുന്നണിയിലെ നേതാക്കളായാലും അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു PC ജോർജിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ PC ജോർജിനെ എന്തിനു പേടിക്കുന്നു എന്നും ആലോചിക്കണ്ടേ? എനിക്ക് PC ജോർജിന് ഒരു പേടിയില്ല. PC ജോർജ് എന്നെ വളരെ ആക്ഷേപിച്ച സന്ദർഭത്തിലും ചാനലിൽ അന്തസ്സായിരുന്ന് ചർച്ചകൾ പങ്കെടുത്തതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്കറിയാം PC ജോർജ് ആരാണെന്നും എന്താണെന്നും ആരാണെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തോട് ഇങ്ങനെയുള്ള സമീപനമായിരിക്കില്ല സ്വീകരിക്കുക.
ഇന്നും സംഭവിച്ചത് എന്താണ്? അദ്ദേഹത്തെ പുറത്താക്കും അല്ലെങ്കിൽ രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു നടപടി എടുക്കാനുള്ള ധൈര്യമില്ല. താങ്കളോട് ഞാൻ ചോദിക്കുന്നു, എന്താണ് UDF ഈ കാര്യത്തിൽ ചെയ്യേണ്ടത്? ശ്രീ PC ജോർജിനെ ഭയപ്പെടുന്നത് എന്തിനാണെന്ന് ജനങ്ങൾ പോലും സംശയിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ സംശയിച്ചാൽ വലിയ അപകടം ഉണ്ടാകും. ജനങ്ങളുടെ മനസ്സിലേക്ക് സംശയത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാകാൻ പാടില്ല. സംശയത്തിൻ്റെ കണിക ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവർ പല കാര്യങ്ങളും മൗനം അവലംബിക്കുമ്പോൾ ആ മൗനം അവലംബിക്കുന്നത് ഭാവിയിൽ വളരെ അപകടകരമായി ഭവിക്കുമെന്ന് ഭയപ്പെടുന്ന ഒരാളാണ് ഞാൻ. കോൺഗ്രസ് വക്താവാണ് എന്ന കാര്യം താങ്കൾ തൽക്കാലത്തേക്ക് മറക്കുക. വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ PC ജോർജിനെ പണ്ടേ ഈ മുന്നണിയിൽ നിന്ന് പുറത്താക്കേണ്ടിയിരുന്നില്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ സമയം വളരെ അതിക്രമിച്ചു. പുറത്താക്കണം. PC ജോർജിനുള്ള വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല, അദ്ദേഹം ഇന്ന് വഹിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിനെ പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളത് കോൺഗ്രസ് വക്താവെന്ന നിലയിലല്ല അങ്ങ് ചോദ്യം ചോദിച്ചത്. അതുകൊണ്ട് വക്താവല്ലാത്ത രീതിയിൽ ഞാൻ മറുപടി പറയുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. PC ജോർജിനെ കുറിച്ച് ഇതൊക്കെ പറയാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ത് അവകാശം എന്ന ചോദ്യം താങ്കൾ തന്നെ മുന്നിൽ കാണുന്നുണ്ടാവില്ലേ? അതോ ഇനിയുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരിക്കലും PC ജോർജിനെ പോലെ ആവില്ല, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന രാജ്മോഹനെ പോലെ തന്നെ ആവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയൂ? നമ്പ്രിയ സത്യം അപ്രിയം എന്നൊരു ചൊല്ലുണ്ട്. അപ്രിയ സത്യം എപ്പോഴും അപ്രിയമാണ്. ഞാൻ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതല്ലാതെ, എന്നെ ആരെങ്കിലും ആക്ഷേപിച്ചപ്പോൾ അതിനു മറുപടി പറഞ്ഞിട്ടുള്ളതല്ലാതെ, ഞാൻ ആരെയെങ്കിലും ആക്ഷേപിച്ചതായ ഒരു ക്ലിപ്പിങ് അങ്ങെടുത്ത് കാണിച്ചാൽ പരസ്യമായി ഞാൻ മാപ്പ് ചോദിക്കാം. അതുകൊണ്ട് ഞാൻ PC ജോർജ് അല്ല, PC ജോർജ് ആകാൻ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കത്തുമില്ല. ജീവിതത്തിൽ ഇന്നുവരെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ പ്രത്യാക്രമണം സ്വാഭാവികമാണ്. ആക്രമിച്ച് പ്രത്യാക്രമണം, എന്നെ ആക്രമിച്ചപ്പോൾ ഒരു പ്രതിരോധം ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്, പ്രത്യാക്രമണം ഞാൻ നടത്തിയിട്ടുണ്ട്. അതേസമയം ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ അങ്ങോട്ട് കയറി ഒരാളെ വ്യക്തിപരമായോ അല്ലാതെയോ ആക്രമിച്ചതായോ ഒരു ക്ലിപ്പിംഗ് കാണിച്ചാൽ ഞാൻ പരസ്യമായി ക്ഷമാപണം നടത്താം. അതുകൊണ്ട് അങ്ങ് ഈ പറഞ്ഞ കാര്യത്തോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ കേരള രാഷ്ട്രീയത്തിൽ ഞാൻ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുമെന്നല്ലാതെ ആ മറുപടി ഒരിക്കലും രാഷ്ട്രീയമായി പലരെയും വേദനിപ്പിച്ചു കാണും. വ്യക്തിപരമായി ഞാൻ ആരെയും അങ്ങോട്ട് വേദനിപ്പിച്ചതായി എൻ്റെ ഓർമ്മയിലില്ല. ചൂണ്ടിക്കാണിച്ചാൽ പരസ്യമായി അവരോട് ഞാൻ മാപ്പ് ചോദിക്കും. അപ്പോൾ പുതുക്കിപ്പണിത ഈ രാജ്മോഹന് രാജയോഗം തന്നെ വരട്ടെ. വളരെ നന്ദി. താങ്ക് യു.